കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസരൻ എന്ന വിനോദ സഞ്ചാര കേന്ദ്രം സന്ദർശിക്കാനെത്തിയ ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത് വളരെ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണ് ഞാൻ കേട്ടത്. കാശ്മീർ സന്ദർശനത്തിനിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പഹൽഗാം തന്നെയായിരുന്നു. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വാലികൾ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്ന സമയമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഈ പഹൽഗാമിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് മഞ്ഞ് പെയ്യുന്ന മനോഹരമായ ഒരു ദൃശ്യങ്ങൾ കാണാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ പറ്റി. ഈ സ്ഥലം ലിഡേവ് എന്ന ഒരു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ 2200 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സൗന്ദര്യം വേറെ. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം ചന്ദൻവാരി എന്നാണ് പേര്. പഹൽഗാമിൽ നിന്ന് 16 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ തുടക്കം ഇവിടെ നിന്നാണ്. ഇവിടുത്തെ താഴ്വാരങ്ങളും ഭൂപ്രകൃതിയും ഒക്കെ കണ്ട ഭൂമിയിലെ സ്വർഗം എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. ഇത്ര മനോഹരമായ ഈ പ്രദേശത്തെ കണ്ണീരിൻ്റെ താഴ്വരയെ ആക്കി മാറ്റിയ ഭീകരവാദികൾക്ക് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പഹൽഗാമിൽ എല്ലായിടത്തും ഇങ്ങനെ ഈ കുതിരകളെയും അതുപോലെ തന്നെ കുതിരക്കാരെയും നമുക്ക് കാണാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കും ഒന്നിങ്ങനെ നടന്നിട്ട് പോകണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. ചില സ്ഥലത്ത് കുതിരപ്പുറത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മണ്ണും ചെളിയും ഒക്കെയുള്ള സ്ഥലത്ത് നമുക്ക് കാലമർത്തി ചവിട്ടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ അവിടെ കുതിര സഫാരിക്ക് ഭയങ്കര തിരക്കാണ്. തിരക്ക് മാത്രമല്ല, തൊള്ളത് വന്ന പോലെ കാശും. ഞങ്ങൾ ഇതേപോലെ കുതിര സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ റേറ്റ് ചോദിച്ചപ്പോൾ അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ എഴുതി വെച്ചേക്കുന്നത് 800 രൂപ 850 രൂപ ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവർ ചോദിക്കുന്നത് 2000 2200 ഒക്കെയാണ്. അവസാനം ഞാൻ 1000 വരെ ചോദിച്ചു. പക്ഷെ അവർ വരാൻ തയ്യാറായില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് അവിടുത്തെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതാണെന്നൊക്കെ മുന്നേ നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്കൊക്കെ വന്നത്, ഈ ചന്ദൻ വാലി പോലുള്ള സ്ഥലത്ത്. പഹൽഗാമിന് ചുറ്റും ഇതുപോലെയുള്ള വാലികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഈ വാലി ചേർത്തിട്ടാണ് വിളിക്കുന്നത്. ബൈസരൻ വാലി, ആരു വാലി തുടങ്ങിയ പേരുകളിലാണ് അവിടുത്തെ സ്ഥലങ്ങൾ ഒട്ടുമിക്കതും അറിയപ്പെടുന്നത്. ഏതോ സ്ഥലത്തേക്ക് പോകാനുള്ള വിലപേശലാണ്. ഇന്ത്യ അറിയത്തുകൊണ്ട് എനിക്ക് എന്നിട്ടാണ് മനസ്സിലായില്ല കേട്ടോ. ഈ സ്ഥലമാണ് ബേട്ടാബ് വാലി. നമ്മൾ റോഡിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക മാത്രമേ ചെയ്തുള്ളൂ, അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് അഗെയിൻ.